നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. പാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. ആർത്തുപാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നവർ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. എന്താണ് സഭ? വിശ്വാസികളുടെ സമൂഹമാണ് സഭ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളുടെ സമൂഹമാണ് സഭ. യേശുക്രിസ്തുവിനെ ദൈവമെന്ന് അംഗീകരിച്ച് ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന സമൂഹമാണ് സഭ. പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. സഭയുടെ ശിരസ്സാണ് ക്രിസ്തു. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം പറയുന്നു, നിങ്ങളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ക്രിസ്തു ആരാണ്? സഭയുടെ ശിരസ്സാണ്. ക്രിസ്തു ആരാണ്? ഉച്ചത്തിൽ പറഞ്ഞേ, ക്രിസ്തു ആരാണ്? ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മൾ സഭയിലെ അംഗമാണ് എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. സഭയുടെ ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സ്വന്തമാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ്.
യേശുവിൻ്റെ ശരീരരക്തങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ ആത്മാവിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ജീവന്റെ ഭാഗമായിട്ട് മാറുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. സഭയുടെ ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ ക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് മാറുകയാണ്. ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന യേശു എൻ്റെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാഗമായിട്ട് മാറുകയാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശു എന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. എന്നെ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന വലിയ ഒരു പ്രക്രിയ എൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും ഞാൻ ക്രിസ്തുവുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുന്ന വലിയ ഒരു രൂപാന്തരീകരണം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസി പുണ്യവാൻ ഇപ്രകാരം പറയുകയാണ്, ഒരു വൈദികനും ഒരു മാലാഖയും എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ ആദ്യം ആ വൈദികന്റെ കരങ്ങളിൽ ചുംബിക്കും. അതിൻ്റെ ഉത്തരം ഇതാണ്. ആ വലിയ വിശുദ്ധൻ പറയുകയാണ്, ഓരോ ദിവസവും ക്രിസ്തുവിന്റെ ശരീരം മുറിച്ച് പങ്കുവെക്കുന്ന വ്യക്തി, ഓരോ ദിവസവും യേശു ക്രിസ്തുവിന്റെ തിരുശരീരം എടുക്കുന്ന ഒരു വൈദികൻ, അദ്ദേഹത്തിന്റെ കരങ്ങൾ പരിശുദ്ധമാണ്. വിശ്വാസികൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട വലിയ ചില യാഥാർത്ഥ്യങ്ങൾ ഞാനിവിടെ പങ്കുവെക്കുക. ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉന്നതമായ ഒരു സ്ഥാനമുണ്ട്. ഒരു വൈദികന് ലഭിക്കുന്ന പൗരോഹിത്യ അഭിഷേകം സ്വർഗത്തിന്റെ അഭിഷേകമാണ്. ഒരു വൈദികന് എതിരായിട്ട് നിങ്ങൾ കരമുയർത്തുമ്പോൾ, വിരൽ ചൂണ്ടുമ്പോൾ തിരിച്ചറിയുക, സ്വർഗത്തിന്റെ അഭിഷേകത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുക. മനസ്സിൽ കുറിച്ചു വെച്ചുകൊള്ളുക, അഭിഷേകത്തെ തൊട്ടാൽ കൈപൊള്ളും. ആരായാലും സംശയമില്ലാത്ത കാര്യമാണ്, അഭിഷേകത്തെ തൊട്ടാൽ കൈപൊള്ളും. കർത്താവിൻ്റെ അഭിഷിക്തനെ വേദനിപ്പിക്കുമ്പോൾ, കർത്താവിൻ്റെ അഭിഷിക്തനെ ആക്ഷേപിക്കുമ്പോൾ, കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരായിട്ട് കരമുയർത്തുമ്പോൾ തിരിച്ചറിയുക, സ്വർഗം ഉറ്റുനോക്കുന്നുണ്ട്. അഭിഷേകത്തെ തൊട്ടവരാരും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാതെ കടന്നു പോയിട്ടില്ല. ഹല്ലേലൂയ! എല്ലാവരും ചെന്ന് ഹല്ലേലൂയ! കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ ഒരു ഉച്ച സമയമാണ്. ഞാനിവിടെ ഗ്രോട്ടോയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുറേ പേര് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു സഹോദരൻ, നല്ല ശരീരമൊക്കെയുള്ള ആചാരബാഹുവാണ്, ശരീരമൊക്കെ ജിംനാസ്റ്റിക് ബോഡി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയുകയാണ്, ബ്രദറെ, എൻ്റെ ഈ വലത് കരം പൊങ്ങുന്നില്ല, എനിക്കുണ്ടെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഏതാനും സമയം ഞാനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ മനുഷ്യൻ അഭിഷിക്തരെ പീഡിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ മനുഷ്യൻ അഭിഷിക്തരുടെ മേൽ കരങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഏതെങ്കിലും അഭിഷിക്തരെ പീഡിപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുകയാണ്, ഞാൻ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ആ സമയത്ത് അവിടെ യാക്കോബ സഭയിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വഴക്ക്, അതുകൊണ്ടാണ് കൂട്ട അടി. പോലീസിനെ അവർ വിളിച്ചു. അങ്ങനെ പോലീസ് വന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുകയാണ്, ശരിക്ക് അടിച്ചു. യാക്കോബ സഭയിലെ അച്ഛന്മാർക്കൊട്ടൊക്കെ ശരിക്ക് ഇദ്ദേഹം തല്ലി. യാക്കോബ സഭയിലെ വൈദികനാണെങ്കിലും ഏതു സഭാവിഭാഗത്തിലെ വൈദികനാണെങ്കിലും ആർക്കും കൈവയ്ക്കുവാനായിട്ട് അവകാശമില്ല. കർത്താവിൻ്റെ അഭിഷിക്തനിട്ട് കരം വെച്ചു. ഇദ്ദേഹം പറയുകയാണ്, ശരിക്ക് തല്ലിയേ, ശരിക്ക് പോലീസ് അടിച്ചു. അന്ന് ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഈ സംഭവങ്ങളെ കാണിച്ചിരുന്നു. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് എന്തു സംഭവിച്ചു എന്നറിയാമോ? ഈ പോലീസുകാരൻ്റെ വലതുകരം പൊങ്ങത്തില്ല. 3 മാസത്തോളമായിട്ട് പല ഡോക്ടർമാരെ കണ്ടു. തിരുമ്മലും പിടിച്ചിലും ഒഴിച്ചിലും ഒക്കെ നടത്തി. വലതുകരം പൊങ്ങുന്നില്ല, ചലിക്കുന്നില്ല, കരം ഇങ്ങനെ കിടക്കുകയാ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദിവ്യകാരുണ്യ സന്നിധിയിൽ കടന്ന് കുമ്പിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവ് കരുണ കാണിക്കാതെ കരം പൊങ്ങത്തില്ല.
ആ ഗ്രോട്ടോയുടെ ഉള്ളിൽ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ദീപികാരുടെ സന്ധിയിലേക്ക് ആ സഹോദരൻ പോയി കിടന്ന് കുമ്പിട്ട് കിടന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഇറങ്ങി വന്നു. ഞാൻ ആ മനുഷ്യൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. കാര്യമായ ഒരു മാറ്റമൊന്നും കൈക്ക് സംഭവിച്ചില്ല. ആ ധ്യാനം കഴിഞ്ഞു പോയി. പിറ്റേ മാസം ആ സഹോദരൻ വീണ്ടും ധ്യാനിക്കാൻ വന്നു. ആ ധ്യാനത്തിൽ യേശു ആ മകനെ തൊട്ടു. പൊങ്ങാൻ വയ്യാത്ത കൈ പൊങ്ങി പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. കർത്താവ് ആ മനുഷ്യനോട് കരുണ കാണിച്ചു. നോക്കൂ, കർത്താവിൻ്റെ അഭിഷിക്തനിട്ട് കരങ്ങൾ വെച്ചു. ആ കരങ്ങളുമായിട്ട് നാളുകൾ നടക്കേണ്ടി വന്നു. തിരിച്ചറിയണം കർത്താവിൻ്റെ അഭിഷിക്തന്റെ വില. സങ്കീർത്തനം 105:15 പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്, എൻ്റെ അഭിഷിക്തരെ തൊടരുത്, തൊട്ടാൽ വിവരമറിയും. ഓരോ വിശ്വാസിയും ഇത് മനസ്സിൽ കുറിച്ചിട്ടുള്ളുക. കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ കരമുയർത്തിയവർ, അഭിഷിക്തരെ അപമാനിച്ചവർ, പള്ളിക്കെതിരെ കേസ് കൊടുത്തവർ, അവരൊക്കെ അതിൻ്റെ തിക്തഫലങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവർക്കെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, കർത്താവ് കണക്ക് ചോദിക്കും. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിട്ടിട്ട ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇറങ്ങിത്തിരിക്കുന്നത്, അവർ സേവനം ചെയ്യുന്നത് വിശ്വാസികളുടെ സമൂഹത്തിന് വേണ്ടിയാ. നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഒരു നേഴ്സായിട്ട് അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ അവർ ശുശ്രൂഷ ചെയ്യുക. ചിലപ്പോൾ അധ്യാപകരൊക്കെ ആയിട്ടായിരിക്കാം അവർ ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ കുഞ്ഞുങ്ങളെ കാറ്റഗിസം പഠിപ്പിക്കുവാൻ, ആദ്യ കുർബാനയ്ക്ക് ഒരുക്കുവാൻ എല്ലാം ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരുടെ അധ്വാനങ്ങൾ, അവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഇവരൊക്കെ വൃദ്ധരായിട്ട് മാറും. ഏതെങ്കിലും ഒരു വൃദ്ധരായിട്ടുള്ളവർ താമസിക്കുന്ന കോൺവെന്റിൽ ഈ പ്രിയപ്പെട്ട സഹോദരിമാര് കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും അവരെ ഓർക്കാറുണ്ടോ? അവർ ചെയ്ത സേവനങ്ങൾ, അവർ സഭയ്ക്ക് വേണ്ടി ജീവിതം കൊടുത്തത്, അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി തിരിച്ചവരാ. ഓർത്തുകൊള്ളുക, അവരെ അപമാനിക്കുമ്പോൾ, അവർക്കെതിരായിട്ട് ആക്ഷേപം ഉരുവിടുമ്പോൾ, അവരെ താറടിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, കർത്താവ് കണക്ക് ചോദിക്കും. കാരണം ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തവരായി ഇവർ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും വൈദികരെ ബഹുമാനിക്കുവാൻ, സിസ്റ്റേഴ്സിനെ ബഹുമാനിക്കുവാൻ, അതുപോലെ ദൈവവേല ചെയ്യുന്ന, ആത്മാർത്ഥമായിട്ട് വേല ചെയ്യുന്ന ആത്മായ സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെ ഒന്ന് മാനിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവത്തിനു വേണ്ടി തീഷ്ണതയോടെ വേല ചെയ്യുന്ന അനേകരുണ്ട്. ഗൗരവമേറിയ ഒരു പാപമായത് നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ സംസാരിക്കാൻ പാടില്ല, സഭയ്ക്കെതിരെ സംസാരിക്കാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും വീഴ്ചകൾ നമ്മൾ കണ്ടാൽ നമുക്ക് ചെയ്യാനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ജപമാലയെടുത്ത് മുട്ടാൻ നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കടമ ഓരോ വിശ്വാസിക്കുമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ടൊന്ന് മനസ്സ് കാണിച്ചേ. ഒരു നിമിഷം വലതുകരം പിടിച്ച് എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്കൊന്ന് സ്തുതിക്കാം. അവരെ വേദനിപ്പിച്ചതിനൊക്കെ നമുക്കൊന്ന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ വാക്കുകൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് വൈദികർക്ക്, സിസ്റ്റേഴ്സിന്, ദൈവവേല ചെയ്യുന്നവർക്ക് വേദനയായിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങൾ അവയ്ക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു. ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, കരുണ കാണിക്കണമേ. ഈശോയെ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കരുണയായിരിക്കണമേ. കർത്താവിൻ്റെ അഭിഷിക്തന്റെ കണ്ണുനീരോ വേദനയോ ഞങ്ങളുടെ കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ കർത്താവെ പൊറുക്കണമേ. ഒന്ന് സ്തുതിച്ചേ. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ കർത്താവേ. യേശുവേ, കരുണയായിരിക്കണമേ. യേശുവേ, ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും പൂർവികരോടും അവിടുന്ന് കരുണയായിരിക്കണമേ. യേശുവേ, കരുണയായിരിക്കണമേ. സഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ, സിസ്റ്റേഴ്സിനെതിരെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും കുടുംബാംഗങ്ങളും ചെയ്തു പോയ എല്ലാ പാപത്തിന്റെ അവസ്ഥകൾക്കും ഈ നിമിഷം ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരുണയായിരിക്കണമേ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 18-19 വചനങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്. യേശു പത്രോസിനോട് അരുളി ചെയ്തു,
നീ പത്രോസാണ്. ആ ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഞാൻ സ്ഥാപിക്കുന്ന സഭ, കത്തോലിക്ക സഭയ്ക്കെതിരെ നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. അവിടെയും വ്യക്തമായിട്ട് യേശു പറയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഹല്ലേലൂയാ. നോക്കൂ, നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടിയിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ട് പത്രോസിന് കർത്താവ് നിയമിക്കുകയാണ്. അവിടെ വലിയ അധികാരങ്ങൾ, സ്വർഗത്തിന്റെ താക്കോൽ, സഭയുടെ അധികാരങ്ങൾ മുഴുവൻ പത്രോസിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ, അതായത് യേശുവിനെ അടക്കിയ കല്ലറയുടെ സമീപത്തേക്ക് അതിരാവിലെ തന്നെ മഗ്ദലന മറിയം ഓടിയെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, കല്ലറ തുറന്നു കിടക്കുന്നു, കല്ലറയ്ക്കുള്ളിൽ യേശുവില്ല. അവൾക്ക് അത്ഭുതമായി, അവൾക്ക് പരിഭ്രമമായി. അവൻ തിരിഞ്ഞോടുകയാണ്. ഓടിച്ചെന്നിട്ട് പത്രോസിനോടും യേശു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാനോട് പറയുന്നു, നമ്മുടെ ഗുരുവിന്റെ ശരീരം കല്ലറയ്ക്കുള്ളിലില്ല, നമ്മുടെ ഗുരുവിന്റെ ശരീരം കല്ലറയ്ക്കുള്ളിലില്ല, ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അത് കേട്ടപടി ഇതാ യോഹന്നാൻ ഇറങ്ങി ഓടുകയാ. യേശുവിന്റെ ഹൃദയത്തുടിപ്പ് ഏറ്റവും അറിഞ്ഞ യോഹന്നാൻ ശ്ലീഹ, ദൈവം സ്നേഹമാണെന്ന് തുടരെ തുടരെ എഴുതി വെച്ച അത് അനുഭവിച്ച യോഹന്നാൻ ശ്ലീഹ ഇറങ്ങി ഓടി യേശുവിന്റെ കല്ലറയ്ക്ക് മുൻപിൽ വന്ന് നിന്നു. വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ മുൻപേ ഓടി കല്ലറയ്ക്ക് മുൻപിൽ വന്ന് നിന്നു. കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി, അവിടെ യേശുവിന്റെ ശരീരമില്ല. യോഹന്നാൻ ശ്ലീഹ കല്ലറയ്ക്കുള്ളിൽ കയറുന്നില്ല. തൊട്ടു പിന്നാലെ ആരാ വരുന്നത്? പത്രോസ് അപ്പസ്തോലൻ ഓടി വരുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാൻ ചെറുപ്പമാണ്, പത്രോസ് അപ്പസ്തോലൻ പ്രായമൊക്കെയുണ്ട്. പാവം ഓടിക്കതച്ചൊക്കെ അവിടെ എത്തി അകത്തോട്ട് നോക്കിയപ്പോൾ യേശു അവിടെയില്ല. യോഹന്നാൻ കല്ലറയ്ക്ക് വെളിയിൽ നിന്നു. അടുത്ത വചനം പറയുന്നു, പത്രോസ് കല്ലറയ്ക്കുള്ളിൽ കയറി. അവിടെ യേശുവിനെ ശിരസ്സൊക്കെ പൊതിഞ്ഞിരുന്ന തുണികൾ, ആ കച്ച എല്ലാം അവിടെ കിടക്കുന്നത് കണ്ട് ബോധ്യപ്പെട്ടു. എന്തേ യോഹന്നാൻ ശ്ലീഹ ആദ്യം കല്ലറയ്ക്കുള്ളിൽ കയറാഞ്ഞു? എന്തുകൊണ്ടാ കയറാതിരുന്നത്? കയറി നോക്കത്തില്ലേ? ആ കച്ചെടുത്ത് നോക്കത്തില്ലേ? നോക്കാം. പക്ഷെ യോഹന്നാൻ ശ്ലീഹ അത് ചെയ്തില്ല. കാരണം എന്താണ്? എന്താ കാരണം? അധികാരമുള്ളവനായ പത്രോസ് അപ്പോസ്തലൻ പുറകെ വരുന്നുണ്ട്. അവിടെ തന്നെ അധികാരത്തെ മാനിക്കുകയാണ് യോഹന്നാൻ ശ്ലീഹ. കല്ലറയ്ക്ക് വെളിയിൽ നിന്നു. പത്രോസ് കല്ലറയ്ക്കുള്ളിൽ കയറി. എല്ലാം കണ്ടു ബോധ്യപ്പെട്ടു. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? സഭയെ സ്നേഹിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം. സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ സ്വീകരിക്കണം. സഭ അധികാരികളെ നമ്മൾ മാനിക്കണം. സഭ അധികാരികൾ നമ്മളോട് പറയുന്നത് നമ്മൾ അംഗീകരിക്കണം. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയിലൂടെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിയപ്പെടുകയാ. ചില വ്യക്തികളെങ്കിലും അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്, അവർ സഭയോട് ചേർന്ന് നിൽക്കുന്നില്ല. സഭയുടെ പ്രബോധനങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല. അവർ സഭയിലൂടെ നിരന്തരമായിട്ട് ചൊരിയപ്പെടുന്ന വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ സഭയെ അനുസരിക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം. പത്രോസ് അപ്പോസ്തലൻ എന്ന വ്യക്തിക്ക് ഉന്നതമായ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് സഭയുടെ നേതൃത്വത്തിലേക്ക്
യേശു പത്രോസിനെ ഉയർത്തി. ഹെബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. പുരോഹിതനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ജനത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി ബലികളും കാഴ്ചകളും അർപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഈ ബലിപീഠത്തിൽ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇവിടെ ഇന്ന് ഈ ബലി അർപ്പിക്കപ്പെടുകയായിരുന്നു. ഓരോ ബലിയിലൂടെയും കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മേലൊഴുകുകയാ. വലിയ പാപമോചനം ഓരോ ബലിയിലൂടെ നമുക്ക് ലഭിക്കുകയാ. കർത്താവിന്റെ കരുണയുടെ പ്രവാഹമാണ് ഓരോ വിശുദ്ധ കുർബാനയും. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ദൈവസ്നേഹത്തിന്റെ മഹാപ്രവാഹം നമ്മുടെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കുക. ഓരോ വിശുദ്ധ കുർബാനയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകമുണ്ട്. ബലിപീഠത്തിൽ കാഴ്ചയായി വെച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് യേശുവിന്റെ ശരീരരക്തങ്ങളാക്കി മാറ്റുമ്പോൾ വിശ്വാസ സമൂഹത്തിന് മേൽ ആത്മാവിന്റെ വലിയ അഭിഷേകം പകരപ്പെടുകയാ. ശക്തമായ ആത്മാവിന്റെ അഭിഷേകവും ഓരോ വിശുദ്ധ ബലിയിലൂടെയും നമുക്ക് വേണ്ടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാന പാപപരിഹാര ബലിയാണ്. ദൈവജനത്തിന്റെ പാപപരിഹാരത്തിന് ബലി അർപ്പിക്കുവാൻ ദൈവം പുരോഹിതനെ നിയമിച്ച് ആക്കിയിരിക്കുകയാണ്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 1-ാം വചനമാണ് ഞാൻ പറഞ്ഞത്. 2, 3, 4 വചനങ്ങൾ. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിയെ തെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അവൻ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും കുറവുള്ളവരോടുമൊക്കെ പെരുമാറുവാൻ, സ്നേഹത്തോടെ പെരുമാറുവാൻ, അവന് സഹതാപത്തോടെ പെരുമാറുവാൻ സാധിക്കും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലിയർപ്പിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും അതുപോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി അർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരു വൈദികൻ ബലി അർപ്പിക്കുന്നത് വിശ്വാസ സമൂഹത്തിന്റെ പാപങ്ങൾക്ക് വിടുതൽ കിട്ടുവാൻ വേണ്ടി, അതുപോലെ സ്വന്തം പാപങ്ങളുടെയും പരിഹാരമായിട്ടാണ് ബലിയർപ്പണം നടക്കുന്നത്. അടുത്ത വചനം പറയുന്നു, അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. ആരും സ്വയം ഏറ്റെടുക്കുന്ന പദവിയല്ല ഇത്. ഇത് ദൈവത്തിന്റെ വിളിയാണ്. ഇത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഒരു വ്യക്തിയെ വൈദിക പദവിയിലേക്ക് ഉയർത്തുന്നത്, തിരുപ്പറ്റം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ പദ്ധതിയാണത്. ഇത് സ്വയം ആർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുമാണ്. യോഹന്നാന്റെ സുവിശേഷം 15:16, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് സ്വയം കിട്ടുന്ന ഒരു ബഹുമതിയല്ല, ഇത് കർത്താവിന്റെ തെരഞ്ഞെടുപ്പാണ്. കർത്താവാണ് തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. കരം ഉയർത്തിയടിച്ചൊന്ന് നന്ദി പറയാമോ? ഹല്ലേലൂയ. ഉണർവോടെ പ്രൈസ് ദി ലോർഡ്. വെളിപാടിന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തിന്റെ 4-ാം വചനം കേട്ടുകൊള്ളുക. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരാരാ? അവരാരാണ്? അവരാരാണത്? വൈദികർ. ആരാണ്? ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളാണ്. ആരാ ബ്രഹ്മചാരികൾ? വൈദികര് ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ഒരു വ്രതമാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്.
ബ്രഹ്മചര്യത്തിന് വലിയ ശക്തിയുണ്ട്. ബ്രഹ്മചാരിയായ ഒരു വൈദികന്റെ പ്രാർത്ഥനയ്ക്ക്, ഒരു വാക്കിന് വലിയ വിലയുണ്ട്. ഹല്ലേലൂയ. അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഓരോ വൈദികനും മനുഷ്യനിൽ നിന്ന് കർത്താവ് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ. അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഏറ്റവും യോഗ്യതയുള്ളവർ കർത്താവിൻ്റെ അഭിഷിക്തരായ വൈദികരാണ്. അവർ ബ്രഹ്മചാരികളാണ്. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവരുടെ വാക്കിന് വരെയുണ്ട്. അവർ പറഞ്ഞാൽ അതുപോലെ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ബ്രഹ്മചാരികളാണ്. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ. കുഞ്ഞാടിനെ അനുഗമിക്കുവാൻ ഏറ്റവും യോഗ്യര് അവരാണ്. ഇത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി കർത്താവ് തിരഞ്ഞെടുത്തതാണ്. കർത്താവിൻ്റെ അഭിഷിക്തരായ വൈദികർ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഒന്ന് വാ തുറന്നേ യേശുവിനെ സ്തുതിച്ചോണ്ടെന്ന് കരമടിച്ചേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. സ്തുതിക്കട്ടെ ശക്തമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് കരമടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ദൈവം ആരോടാണിത് പറഞ്ഞത്? മോസസിനോട്. ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തു മോസസിനെ. എന്തുകൊണ്ട്? ദൈവം അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ദൈവത്തിന് അവനോട് താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തതായ മോസസ് ദൈവത്തോട് പറയുന്നു, ഈ ജനത്തെ നയിക്കുവാൻ വേണ്ട ശക്തി എനിക്കില്ല, ഈ ജനത്തെ നയിക്കുവാൻ വേണ്ട കഴിവെനിക്കില്ല, ഞാൻ സംസാരിക്കുവാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. ദൈവം ഇഷ്ടപ്പെട്ട താൻ തിരഞ്ഞെടുത്തതായ മോസസിന് ആ ബലഹീനതയിൽ ദൈവം ശക്തിയായിട്ട് മാറുന്നു. ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് സംസാരിക്കുവാനുള്ള കഴിവ്, അതിന് സംസാരിക്കാൻ കഴിവുള്ള നിന്റെ സഹോദരൻ അഹ്റോനെ ഞാൻ കൂട്ടിനായിട്ട് നൽകുന്നു. അഹ്റോനും നീയും ചേർന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവരിക. എന്തു പറയണമോ അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും, ഞാൻ നിങ്ങളെ സഹായിക്കും. ദൈവം മോസസിൻ്റെ അധരങ്ങളിൽ സ്പർശനം നൽകുമ്പോൾ, ആ ബലഹീനതയിൽ ദൈവം സഹായിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതാ മോസസ് ശക്തനായിട്ട് മാറുന്നു. വീണ്ടും മോസസ് ഈ ഇസ്രായേൽ ജനം താൻ പറഞ്ഞാൽ കേൾക്കുകയില്ല, അവർ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനായി തമ്പുരാൻ മോസസിന് ശക്തി കൊടുക്കുന്നു. മോസസിനോട് പറഞ്ഞു, പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണും, മോസസിനോട് ഓർമ്മിപ്പിക്കുകയാണ്, നിൻ്റെ കയ്യിൽ നീ താങ്ങായി കരുതിയിരിക്കുന്ന വടിയുണ്ടല്ലോ, ആ വടി നിലത്തിടുക. അത് നിലത്തിട്ടു. ആ നിമിഷം ആ വടി ഒരു സർപ്പമായി മാറി. സർപ്പമായി മാറിയതായ ആ വടിയുടെ അറ്റത്ത് പിടിക്കുവാനായി വീണ്ടും ദൈവം മോസസിനോട് ആവശ്യപ്പെടുന്നു. മോസസ് ആ പാമ്പിൻ്റെ വാലിൽ പിടിക്കുന്നു. അടുത്ത നിമിഷം ഇതാ അത് പൂർവ്വ അവസ്ഥയിൽ വടിയായിട്ട് മാറുന്നു. അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള അവസരം, കഴിവ് ബലഹീനനായ മോസസിന് ദൈവം പ്രദാനം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവത്തെ ഇഷ്ടപ്പെടുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസനെയും ദാസിയെയും ദൈവം സഹായിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും നമ്മൾ കണ്ടുമുട്ടുന്നു. പൂർവ്വ യൗസേപ്പ് വാർദ്ധക്യത്തിലുണ്ടായതായ മകൻ, അതുകൊണ്ട് തന്നെ സ്വന്തം പിതാവിന് ആ മകനോട് അല്പം താല്പര്യം, ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു. ഇഷ്ടം കൂടുതലുണ്ടായിരുന്നത് കൊണ്ട് മറ്റ് സഹോദരന്മാർക്ക്
യൗസേപ്പിനോട് അല്പം അസൂയയുമുണ്ടായി. അങ്ങനെയിരിക്കെ ആടിനെ മേച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് യൗസേപ്പ് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, സഹോദരന്മാർ അവനെ പിടിച്ച് വിലക്കുന്നതും പൊട്ടക്കിണറ്റിൽ എറിയുന്നതും അവസാനം അവൻ ഈജിപ്തിൽ എത്തിച്ചേരുന്നതുമായ ചരിത്രം. യൗസേപ്പ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനായിരുന്നു. യൗസേപ്പ് ദൈവത്തോട് ചേർന്ന് നിന്നവനായിരുന്നു. യൗസേപ്പ് ദൈവം എന്തു പറയുന്നുവോ അത് അനുസരിച്ച് മാത്രം ജീവിച്ചവനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? പുറപ്പാടിൻ്റെ പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യൗസേപ്പിനെ സഹോദരന്മാർ കച്ചവടക്കാർക്ക് വിലക്കുന്നതും അവിടെ ചെന്നപ്പോൾ ദൈവം ജോസഫിനോട് കൂടി ഉണ്ടായിരുന്നതും അതിൻ്റെ ഫലമായിട്ട് ഫറവോയുടെ ഭവനത്തിൽ ജോസഫിനെ നിയമിച്ചാക്കുന്നതും, അങ്ങനെ നിയമിച്ചാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഭവനത്തിൽ എല്ലാ കാര്യങ്ങളിലും ശ്രേയസ് ഉണ്ടാകുന്നു. അങ്ങനെ ശ്രേയസ് ഉണ്ടാകുന്നത് കണ്ടപ്പോൾ ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നുവെന്ന് ഫറവോയ്ക്ക് ബോധ്യമുണ്ടാകുമ്പോൾ ആ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ചുമതല ജോസഫിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ജോസഫിനെ ചുമതല ഏൽപ്പിച്ചതായ നിമിഷം മുതൽ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, ദൈവം ആ വീടിനെ അനുഗ്രഹിച്ചു, ആ വയലിനെ അനുഗ്രഹിച്ചു, അവിടെയുള്ള എല്ലാ വസ്തുവകകളെയും ദൈവം അനുഗ്രഹിക്കുന്നു. എന്താണ് നമ്മെ ഇത് ഓർമ്മിപ്പിക്കുക? ഞാനും നിങ്ങളുമൊക്കെ ദൈവം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണോ എങ്കിൽ ദൈവം എന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുവാൻ തുടങ്ങും. ഞാൻ ജീവിക്കുന്നിടം ശ്രേയസ് കൊണ്ട് നിറയും. ഞാൻ ആയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ജോസഫ് നല്ലവനായിരുന്നതുകൊണ്ട്, ജോസഫ് നീതിമാനായി ജീവിച്ചതുകൊണ്ട് പൊത്തിഫാറിൻ്റെ ഭാര്യ മോശമായ കാര്യങ്ങൾ ചെയ്യുവാൻ ജോസഫിനെ പ്രേരിപ്പിക്കുമ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന, ദൈവത്തോട് കൂടി നിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതായ ജോസഫ് ആ മോശമായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാകുന്നില്ല. തൻ്റെ ഇംഗീതത്തിന് വഴങ്ങാതിരുന്നപ്പോൾ പൊത്തിഫാറിൻ്റെ ഭാര്യ ദുരാരോപണം നടത്തി ചെയ്യാത്തതായി കുറ്റം ജോസഫിൻ്റെ മേൽ ചുമത്തി ഫലമായി ജോസഫിനെ കാരാഗ്രഹത്തിലടയ്ക്കുന്നു. നമ്മൾ കാണുന്നു, വീണ്ടും ആ കാരാഗ്രഹത്തിൽ ദൈവം ജോസഫിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്, ജോസഫിനെ ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നത്. കാരാഗ്രഹത്തിൽ കാരാഗ്രഹവാസികളുടെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനും സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതിക്ക് വശംവദനാകാനും സാവധാനം കാരാഗ്രഹത്തിൻ്റെ ദൈവം തിരുമനസ്സാകുന്നു. തുടർന്ന് ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കിക്കൊണ്ട് തനിക്ക് പ്രിയപ്പെട്ടവനാണ് ജോസഫ് എന്ന്, താൻ ഇഷ്ടപ്പെടുന്നവനായതുകൊണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്നവനായതുകൊണ്ട് ജോസഫിനെ ദൈവം വീണ്ടും ഈജിപ്തിൻ്റെ അധിപനായി ഉയർത്തുന്നത് നമ്മൾ കണ്ടുമുട്ടുന്നു. നമ്മെ അനുസ്മരിപ്പിക്കുന്നതായ യാഥാർത്ഥ്യം ഇതാണ്, നിന്നെ എനിക്കിഷ്ടമാണ്, നീ എൻ്റെ സ്വന്തമായിരിക്കുക. ദൈവം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇഷ്ടമായി കഴിഞ്ഞാൽ ദൈവം എന്നിലൂടെ ഈ ലോകത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തോബിയാസിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ കടാക്ഷിക്കുകയും നിങ്ങളിലേക്ക് അവിടുത്തെ മുഖം തിരിക്കുകയും ചെയ്യുമെന്ന്. നാം ഈ പരിശുദ്ധമായ ആരാധനയുടെ നിമിഷങ്ങളിൽ തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുന്ന് പൂർണ്ണമായി മുഴുവനായി ഈ തിരുവോസ്തിയിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടത്തേക്ക് പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുവാൻ ഒരുങ്ങാം. നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും
നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാര മേഖലകളും എല്ലാം ദൈവത്തിന് പ്രീതികരമായി മാറ്റിക്കൊണ്ട് അങ്ങനെ ദൈവത്തിന് പ്രീതികരമായി മാറ്റുവാൻ പരിശ്രമിക്കുമ്പോൾ ദൈവം എന്നെ ശക്തിപ്പെടുത്തും, എന്നെ സഹായിക്കും, എൻ്റെ കുറവുകൾ പരിഹരിച്ചു തരും, എൻ്റെ ബലഹീനതകൾ എനിക്ക് അത്താണിയായിരിക്കും. ഈ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് ജീവിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തും. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ എപ്പോഴും താഴ്മയുള്ളവരാകാം. ദൈവത്തോട് വിശ്വാസപൂർവ്വം ചേർന്ന് നിൽക്കാം. അവിടുത്തെ അനുഗ്രഹത്തിന് നമ്മുടെ ശിരസ്സ് കുനിക്കാം. അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിക്കുന്ന ഈശോയെ, ഈ ദൈവജനത്തെ മുഴുവൻ അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധാനത്തിൽ വിശ്വാസപൂർവ്വം കടന്നു വന്നിരിക്കുന്ന ഇവരെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവർ സമർപ്പിക്കുന്നതായ എല്ലാ നിയോഗങ്ങളെയും രോഗപീഠകളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. മനസ്സമാധാനവും ഹൃദയസമാധാനവും ശാരീരിക സൗഖ്യവുമെല്ലാം നൽകി ഇവരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനുള്ള അവസരമൊരുക്കണമേ. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധാനത്തിൽ തങ്ങളുടെ ഭവനങ്ങളെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തങ്ങളുടെ ബലഹീനതകളെയുമെല്ലാം സമർപ്പിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ഈ ദൈവജനത്തോട് അങ്ങ് കരുണ കാണിക്കണമേ. ഇവിടെ കൃഷിഭൂമികളെയും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും അവിടെ നിന്ന് ഏറ്റെടുത്ത് വിശദീകരിക്കണമേ. ദൈവമേ, കത്തോലിക്ക തിരുസഭയെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സഭാധികാരികളെ, സഭയെ ഈ കാലഘട്ടത്തിനനുസൃതമായി നയിക്കുവാൻ അനുയോജ്യരായ വ്യക്തികളെ എല്ലാം അങ്ങ് സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ. സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന അഭിവന്യ പിതാക്കന്മാരെയും വൈദികരെയും സന്യാസിനിയ സമൂഹങ്ങളെയും ആത്മായ സഹോദരങ്ങളെയും എല്ലാം അങ്ങ് കടാക്ഷിക്കണമേ. ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തു ജീവിക്കുന്ന വ്യക്തികളായി മാറുവാൻ അവസരമൊരുക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾ സ്വീകരിക്കുന്നവർക്ക് അങ്ങ് നൽകിയതുപോലെ അനുഗ്രഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം അനുഭവങ്ങൾ പ്രദാനം ചെയ്യുവാൻ കൃപ നൽകണമേ. നല്ല ദൈവമേ, ഈ ലോകവും ഈ ലോകത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും അങ്ങ് ഇടപെട്ട് പരിഹരിക്കണമേ. യുദ്ധത്തിൻ്റെയും ഭീകരതയുടെയും എല്ലാം അവസ്ഥകളെ ഈ ലോകത്തിൽ നിന്നും അങ്ങ് നിർമ്മാർജ്ജനം ചെയ്യണമേ. അങ്ങ് വിഭാവനം ചെയ്യുന്നതായ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരവസ്ഥ അങ്ങ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു മനുഷ്യൻ സമാധാനം അനുഭവിച്ച് ജീവിക്കാൻ, ആ ശാന്തി ഈ ലോകത്തിൽ അനുഭവിക്കുവാൻ ഓരോരുത്തർക്കും അവരുടെ ഹൃദയങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഒരുക്കിക്കൊണ്ട് അങ്ങ് കൃപ കൊടുത്ത് സഹായിക്കണമേ. ഈ ലോകം അങ്ങയുടെ പ്രിയപ്പെട്ടതായി തീരണമെങ്കിൽ അങ്ങയുടെ സൃഷ്ടികളായ ഞങ്ങൾക്ക് അങ്ങയുടെ വചനം ശ്രവിക്കുവാനും വചനാനുസൃതം ജീവിക്കുവാനും യേശുവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ കണ്ടാണ്, ക്രൈസ്തവ സാക്ഷ്യം കണ്ടാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക അങ്ങ് ദൗത്യമേൽപ്പിച്ചു. വിജാതീയരും അക്രൈസ്തവരുമായ സഹോദരങ്ങൾ അങ്ങയെ അറിയുവാൻ അനുഭവിക്കുവാൻ ദൈവമേ, അതിനുള്ള അവസരം അങ്ങയെ സ്വന്തമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിക്കുന്ന നല്ല ഈശോയെ, ആഴമായ വിശ്വാസത്തോടെ ബോധ്യത്തോടെ അങ്ങ് ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹത്തിനും കൃപയ്ക്കുമായി ഞങ്ങളെയെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് സ്വീകാര്യമാക്കണമേ. എപ്പോഴും സന്തോഷം അനുഭവിക്കുന്ന, സമാധാനം അനുഭവിക്കുന്ന ജീവിതത്തിലുടമകളായി മാറുവാൻ കൃപ ചൊരിയണമേ. അങ്ങയുടെ ആശീർവാദം ഞങ്ങൾക്ക് ഏവർക്കും തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.
പരിശുദ്ധ പരമമാ